ജാൻവി നിന്ന് ബാഗ് പാക്ക് ചെയ്യുന്നത് കണ്ട് ജെറി അവളെ വിളിച്ചു. ജാൻ. ആ, എന്താ ജെറി? അവൾ തിരിഞ്ഞിട്ട് അവനെ സൂക്ഷിച്ചു നോക്കി. എന്താ ജെറി വിയർത്തത്? എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നോ? എനിക്ക് എന്താ ജെറി, കാര്യം പറഞ്ഞോ? അത് ജാൻ, ഞാനൊരു സ്വപ്നം. ഓ, അതാണോ? സാരമില്ല, നമ്മൾ ചിലപ്പോൾ അങ്ങനെയാ. എത്ര വയസ്സുണ്ടെങ്കിലും ചില സ്വപ്നങ്ങൾ നമ്മളെ ഭയപ്പെടുത്തും. ജെറി, നമ്മൾ വീട്ടിലേക്ക് പോവാ. മതി ഇവിടുത്തെ സഹവാസം. നമുക്ക് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാം. അവിടുത്തെ അന്തരീക്ഷം ജെറിയെ വേഗം ഓക്കെയാക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അവൻ തലയാട്ടി. അവൾ ടവൽ നനച്ചെടുത്ത് അവൻ്റെ മുഖം തുടച്ചു കൊടുത്തു. ജെറിക്ക് നമ്മുടെ തറവാട് ഓർമ്മയുണ്ടോ? പിന്നെ, ഞാൻ ഓടിക്കളിച്ചു വളർന്ന ആ മുറ്റം ഞാൻ മറക്കുവോ? എൻ്റെ വല്യപ്പച്ചനെയും ശ്യാമുവിനെയും കൊച്ചാമ്മയെയും അങ്കിളിനെയും ഒക്കെ മറന്ന പിന്നെൻ്റെ മരണമാണ്. ജെറി, വെറുതെ വേണ്ടാത്തത് പറയണ്ട. അല്ല ജാൻ, ഞാൻ സത്യമോ പറഞ്ഞത്. എൻ്റെ പപ്പയും മമ്മിയും പോയപ്പോൾ എന്നെ ചേർത്ത് നിർത്തിയത് എൻ്റെ വല്യപ്പച്ചനാ. പിന്നെ എനിക്ക് ഒന്നിനും വിഷമിക്കേണ്ട വന്നിട്ടില്ല. ആ മനുഷ്യനെ മറക്കണമെങ്കിൽ ഞാൻ മരിക്കണം. ജാൻ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? നമ്മുടെ കൂടെ ഈ ടൈം പീരീഡിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? എനിക്കിപ്പോൾ ഓർമ്മയില്ലാത്ത ആരെങ്കിലും? അവൻ്റെ ആ ചോദ്യം കേട്ട് അവൾ പകച്ചു. ഇനി സോഫിയെക്കുറിച്ച് തന്നെയാണോ ജെറി ചോദിക്കുന്നത്? അവൾ ആലോചിച്ചു. അതെന്താ ജെറി അങ്ങനെ ചോദിച്ചത്? ഉറപ്പിക്കാൻ വേണ്ടി അവൾ ചോദിച്ചു. ജെറി, തയ്യാറായോ? അവിടേക്ക് വന്ന് ഇഷാൻ അവരെ നോക്കി. ആയിച്ച, ഞങ്ങൾ റെഡിയാ. എന്നാ പിന്നെ ലേറ്റാക്കണ്ട, നമുക്കിറങ്ങാം. ദേ, വല്യപ്പച്ചൻ കാർ എടുക്കാൻ പോയി. മമ്മിയും പപ്പയും റീത്താമ്മച്ചിയെ കൂട്ടാൻ പോയി. നമുക്കൊന്നിച്ചങ്ങിറങ്ങാം. ജെറി അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചു. റീത്താമ്മച്ചി, അതാരാ? അവൻ ആലോചിച്ചു. ഡാ, നീ ഇപ്പോൾ ആലോചിച്ചു കൂട്ടുന്നത് ഞാൻ പറയാം. ദേ, എൻ്റെ പെണ്ണിൻ്റെ അമ്മച്ചിയാണ് റീത്താമ്മച്ചി. അവൻ്റെ മനസ്സ് വായിച്ചതുപോലെ ഇഷാൻ പറഞ്ഞതും ജെറിയുടെ മുഖം തെളിഞ്ഞു. അതൊക്കെ ജെറി വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഓർക്കും, അല്ലേ ജെറി? ജാൻവി ചോദിച്ചതിന് അവൻ പുഞ്ചിരി നൽകി. പാർക്കിങ്ങിൽ കിടക്കുന്ന ജോർജിൻ്റെ അരികെ സംസാരിച്ച് നിൽക്കുന്ന റാഹേലിനൊപ്പം മറ്റൊരു സ്ത്രീ നിൽക്കുന്നത് അവൻ കണ്ടു. അതാകും റീത്താമ്മച്ചി എന്നവൻ ഊഹിച്ചു. അവനെ കണ്ടതും റീത്ത ഓടി വന്നു. ജെറിമോനെ, അവൻ പുഞ്ചിരിച്ചു. മോനിപ്പോ എങ്ങനെ ഉണ്ടടാ? അവർ അവൻ്റെ തലയിൽ തഴുകി. കുഴപ്പമില്ലമ്മച്ചി. അവൻ്റെ ആ അമ്മച്ചി വിളി അവരുടെ നെഞ്ചു നിറച്ചു. അവർ അവനെ ചേർത്ത് പിടിച്ചു. സാരമില്ല, ഓക്കെ ആകും. അവർ പെട്ടെന്ന് തന്നെ തറവാട്ടിലേക്ക് തിരിച്ചു. കാർ പോർച്ചിലേക്ക് കയറ്റി നിർത്തിയതും ജെറിയുടെ കണ്ണുകൾ വീടിനുള്ളിലേക്ക് പാഞ്ഞു. ഒരു നിമിഷം അവൻ്റെ കാതിൽ വീണ്ടും അതേ ശബ്ദം. ജെർച്ചായ? അവൻ ഞെട്ടലോടെ ചുറ്റും നോക്കി. ജെർച്ചായ, എന്താ എന്നെ തേടി വരാത്തത്? ഇപ്പം എന്തെടുക്കും അവിടെ? എനിക്ക് കാണാൻ കൊതിയാവുന്നുണ്ട് കേട്ടോ. എപ്പോഴാ ഇങ്ങോട്ട് വരിക? ഞാൻ കാത്തിരിക്കുവാണേ. ബെഡിൽ കമിഴ്ന്ന് കിടന്നുകൊണ്ട് അവൻ്റെ ഫോട്ടോ നോക്കി ഓരോന്നും സംസാരിക്കുകയാണ് നമ്മുടെ സോഫി. അവളുടെ കണ്ണ് നിറയുകയും ശബ്ദം ഇടറുകയും ചെയ്യുന്നുണ്ട്. ഇച്ചേച്ചി! മരിയ നിലവിളിക്കും പോലെ വിളിച്ചു കൂവുന്നത് കേട്ട് സോഫി പെട്ടെന്ന് പില്ലോയ്ക്കടിയിലേക്ക് ഫോട്ടോ തിരികെ വച്ചുകൊണ്ട് എണീറ്റ് പുറത്തേക്കോടി. അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ലീനാമ്മ. അവളുടെ മുഖം ചുളുങ്ങി. എന്താ മോളെ? ഇച്ചേച്ചി, ദേ ഇച്ചേച്ചിയുടെ ഫോൺ. സോഫി ഞെട്ടലോടെ അവളുടെ കയ്യിലേക്ക് നോക്കി. ശരിയാ, തൻ്റെ ഫോൺ പിടിച്ചു വാങ്ങാനാണ് അമ്മച്ചി ശ്രമിക്കുന്നത്. അവൾ പെട്ടെന്ന് മരിയയുടെ കയ്യിൽ പിടിച്ചു. അപ്പോഴേക്ക് ലീനാമ്മ ഫോൺ പിടിച്ചു വാങ്ങിക്കഴിഞ്ഞു. സോഫി ഞെട്ടിപ്പോയി.
അമ്മച്ചി, എൻ്റെ ഫോണിങ് വന്നേ. അമ്മച്ചിക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? എല്ലാവരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. അവർ ദേഷ്യത്തോടെ അവളെ നോക്കി. നീ ഇന്ന് ദേവസ്യോട് ചെയ്തത് മനഃപൂർവ്വമാണെന്ന് എനിക്കറിയാടി. ആ പൊട്ടനത് നിന്റെ കയ്യബദ്ധമാണെന്ന് കരുതിയിരിക്കുക. അതേതായാലും നന്നായി. ഇച്ചേച്ചി, ആ ജാൻവി ചേച്ചി ഇപ്പോൾ വിളിച്ചു. ഇച്ചേച്ചി വന്നിട്ട് അങ്ങോട്ടൊന്നും വിളിച്ചില്ലല്ലോ ഇതുവരെ. അതാകും ആ ചേച്ചി ഇങ്ങോട്ട് വിളിച്ചത്. അമ്മച്ചി അപ്പോൾ ഫോൺ എടുത്തതാ. അമ്മച്ചി എന്തേലും പറയും മുന്നേ ഞാൻ ഫോൺ തട്ടിപ്പറിച്ചു. അമ്മച്ചിയുടെ സ്വഭാവം അറിയാലോ. എന്തെങ്കിലും പറഞ്ഞ് അവരെ ഒഴിവാക്കൂ ഈ അമ്മച്ചി. മരി അവരെ നോക്കി കൊഞ്ഞനം കുത്തി. ദേ പെണ്ണേ, ഒരെണ്ണം വെച്ച് തരും ഞാൻ. ആരും നിന്നെ ഇനി വിളിക്കണ്ട. അപ്പോഴാ നിന്റെ മനസ്സ് മാറുന്നത്. നീ ഇനി ഇവിടുന്ന് എങ്ങോട്ടേലും പോകുന്നെങ്കിൽ അത് ദേവസ്യയെ കെട്ടി അവൻ്റെ വീട്ടിലേക്കായിരിക്കും. മനസ്സിലായോ? ഓ, മനസ്സിലായി. അമ്മച്ചി ആ ഫോണിങ് തന്നേ. ജാൻവി എന്തെങ്കിലും അത്യാവശ്യം പറയാനാകും വിളിച്ചത്. ഒന്നങ്ങോട്ട് വിളിക്കാത്തത് കഷ്ടമായി. ഞാനൊന്ന് വിളിക്കട്ടെ അമ്മച്ചി. വേണ്ടെന്ന് പറഞ്ഞില്ലേ. നീ ഇനി ആരെയും വിളിക്കണ്ട. ആരുടെയും വിവരം അറിയിക്കുകയും വേണ്ട. മനസ്സിലായോ? അത് അമ്മച്ചി തീരുമാനിച്ചാൽ മതിയോ? അവൾ എൻ്റെ ഫ്രണ്ടാണ്, ഒരേ ഒരു ഫ്രണ്ട്. ഞാൻ വിളിക്കും. എനിക്ക് വിളിക്കണം. സോഫി ദേഷ്യത്തോടലറി. അവർ അവളെ നോക്കി നിന്നിട്ട് സർവ്വശക്തിയും എടുത്ത് ഫോൺ നിലത്തേക്കെറിഞ്ഞു. ഫോൺ ചിതറി തെറിച്ചുപോയി. അമ്മച്ചി, എന്താടി നിനക്ക്? ഞാൻ പറയുന്നതൊന്നും നിന്റെ മണ്ടയിലോട്ട് കയറുന്നില്ലല്ലേ? നീ ഇനി എങ്ങും പോണ്ട. ഇവിടെ നിന്നോണം അടങ്ങി ഒതുങ്ങി. നാളെ കഴിഞ്ഞ് ദേവസി വീണ്ടും വരും കെട്ടുറപ്പിക്കാൻ. മനസ്സിലായോ? അതിനുള്ള എല്ലാ ചിലവും അവൻ തന്നെ വഹിച്ചോളും. നീ നിന്റെ മണ്ട കുനിച്ചു കൊടുത്താൽ മാത്രം മതി. അതോടെ ഈ കുടുംബം രക്ഷപ്പെടും. അമ്മച്ചിക്ക് മുഴുത്ത വട്ട. അയാളെപ്പോലൊരു വൃത്തികെട്ടവന് ഇച്ചേച്ചിയെ കെട്ടിക്കൊടുക്കണം പോലും. അയാൾ ഈ കുടുംബത്ത് കയറിയ എനിക്കും ലിഡിയമോൾക്കും, എന്തിന് അമ്മച്ചിക്ക് പോലും സമാധാനമായിട്ട് കിടന്നുറങ്ങണ്ട. ഓർത്തോ? ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് മരിയ അകത്തേക്ക് പോയി. ഇവളെ ഞാൻ. അവളുടെ പിന്നാലെ അലച്ചുകൊണ്ട് ലീനാമ്മയും പോയി. നിലത്ത് ചിതറിക്കിടക്കുന്നത് തൻ്റെ ജീവിതമാണെന്ന് സോഫിക്ക് തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. റൂമിലെത്തിയ ജെറി അവിടെ ആകമാനം ഒന്ന് നോക്കി. ടേബിളിൽ നിരത്തിയിരിക്കുന്ന ഫോട്ടോസ് കണ്ടപ്പോൾ അത് തൻ്റെ റൂം തന്നെയാണെന്ന് ബോധ്യമായി. ഡ്രസ്സൊക്കെ കിടക്കുന്നത് കണ്ട് അവൻ അതിലൂടെ വിരലോടിച്ചു. UK വെച്ച് താൻ വാങ്ങിയ ഷർട്ട് അതിലില്ലല്ലോ എന്നവൻ ഓർത്തു. അവൻ അവിടെയുള്ള കബോർഡ് തുറന്നു. അതിലും ആ ഷർട്ട് കാണാത്തത് അവന് വിഷമം തോന്നി. ഫസ്റ്റ് സാലറിയിൽ വാങ്ങിയ ഷർട്ടായിരുന്നു അത്. അവനേറെ ഇഷ്ടമായത്. പക്ഷേ അതിനി ഇവിടേക്ക് കൊണ്ടുവന്നില്ലേ? അവൻ ആലോചിച്ചു. ഹേയ്, അതിന് കഴിയില്ല. ആദ്യം അതാകും എടുത്തു വച്ചത്. അവനത് ഓർക്കാൻ സാധിക്കുന്നില്ല. എന്താടാ, എന്താ പറ്റിയത്? ചുമലിൽ കൈയിട്ടുകൊണ്ട് ഇഷാൻ ചോദിച്ചു. ശ്യാമു, എൻ്റെ ഒരു ഷർട്ട് കാണുന്നില്ല. പർപ്പിൾ കളർ. നീ കണ്ടിരുന്നോ? ഇല്ലടാ. അല്ലേ തന്നെ, ഇപ്പം എന്തിനാ അതന്വേഷിക്കുന്നേ? എന്തുമാത്രം ഡ്രസ്സുണ്ട് നിനക്ക്? അതല്ല ശ്യാമു, അത് ഞാൻ ഫസ്റ്റ് സാലറിയിൽ വാങ്ങിയതാ, അങ്ങ് UK വെച്ച്. എനിക്കത് വലിയ ഇഷ്ടമാ. എൻ്റെ ലക്കിയാണ് ആ ഷർട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓ, നമുക്ക് നോക്കാം. തൽക്കാലം നീ ഒന്ന് ഫ്രഷ് ആവ്. എടാ, നിന്റെ ഇവിടുത്തെ വേഷം ഷർട്ടും മുണ്ടൊന്നും അല്ല, ഷോർട്ട്സും ടീഷർട്ടുമാ. നീ അതിട്ട് വാ, ഞാനൊന്ന് കാണട്ടെ എൻ്റെ ജെറിക്കുട്ടനെ. അവൻ നെറ്റിയിൽ മെല്ലെ തലമുട്ടിച്ച് ചിരിയോടെ പറഞ്ഞു. ജെറി ചിരിയോടെ തലയാട്ടി. എടാ, നീ വന്നിട്ട് നമുക്കൊന്നിച്ച് പറമ്പിൽ പോകാട്ടോ. ശരിയടാ, ഞാൻ വേഗം വരാം. ആ സമയം റീത്ത ഫ്രഷായി ബെഡിലേക്കിരുന്നു. അവളുടെ മനസ്സ് പല വഴിക്ക് സഞ്ചരിച്ചു. എന്നാലും ജോപ്പൻ ഒരു വാക്കു പറഞ്ഞില്ലല്ലോ. എൻ്റെ മാത്യുവിനെ ഇല്ലാണ്ടാക്കിയവനെ എനിക്ക് വേണമായിരുന്നു. അവൻ്റെ മരണം
എൻ്റെ കൺമുന്നിൽ വെച്ച് വേണമായിരുന്നു. അവർ ദേഷ്യത്തോടെ കൈകൾ ചുരുട്ടി. കൊച്ചേ, നീ ഇതെന്നത് ആലോചിച്ചു കൂട്ടുന്നേ? ജോർജിന്റെ സ്വരം കേട്ടതും അവർ വാതിലിലേക്ക് തിരിഞ്ഞു. ഒന്നുമില്ല ജോപ്പ. അങ്ങനെ പറയുമ്പോഴും അവരുടെ കണ്ണിലെ തീ അണയാതെ കിടക്കുന്നത് അയാൾ കണ്ടു. കൊച്ചേ, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമില്ല ജോപ്പ. എന്നാ പിന്നെ നീ ഒന്ന് റെഡിയാക്. നമുക്ക് ഒരിടം വരെയും പോയിട്ട് വരാം. എവിടെയാ ജോപ്പ? അതൊക്കെ പറയാനേ, വേഗം തയ്യാറായി വാ. അയാൾ പോയതും അവർ ആലോചിച്ചു നിന്നു. പിന്നെ മെല്ലെ റെഡിയാകാൻ തുടങ്ങി. യാത്രയിൽ ഇരുവരും ഒന്നും മിണ്ടിയില്ല. കൊച്ചേ. ആ, പറഞ്ഞോ ജോപ്പ. നമുക്ക് ജാൻവിയുടെ പേരിൽ നിന്നും സ്വത്തൊക്കെ തിരിച്ച് നിന്റെ പേരിലേക്ക് തന്നെ ആക്കണം കേട്ടോ. അവർ സംശയത്തോടെ അയാളെ നോക്കി. അതെന്തിനാ ജോപ്പ? എപ്പോഴായാലും അതൊക്കെ അവൾക്ക് തന്നെ അവകാശപ്പെട്ടതല്ലേ? അതൊക്കെയാണ്. പക്ഷേ എൻ്റെ ചെക്കൻ കണ്ട സ്വപ്നം, അത് നീ പൂർത്തിയാക്കണം. അതിന് താമസിപ്പിക്കണ്ട. അവൻ്റെ പേരിൽ വലിയ ബിസിനസ് സാമ്രാജ്യം തന്നെ നീ ഉയർത്തിക്കൊണ്ടുവരണം. അവൻ ഇന്നീ ഭൂമിയിലില്ലെന്ന് ആരും കരുതരുത്. നിന്നിലൂടെ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായി അവൻ മാറണം. അതെൻ്റെ ആഗ്രഹമാണ് മോളെ. അവർ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കി കണ്ണുനീർ തുടച്ചു നീക്കി. കുറച്ചു കഴിഞ്ഞതും കാർ ഒരു ഇടുക്ക് വഴിയിലൂടെ പായാൻ തുടങ്ങി. അവരുടെ കണ്ണുകൾ ഇടുങ്ങി. വലിയൊരു ഗേറ്റിനു മുന്നിൽ കാർ നിന്നു. റിമോട്ട് ഉപയോഗിച്ച് ആ ഗേറ്റ് തുറന്ന ജോർജ് കാർ അകത്തേക്ക് ഓടിച്ചു കയറ്റി. വലിയൊരു ഗ്യാരേജ്. റീത്ത ഒന്നും മനസ്സിലാകാതെ അയാളെ നോക്കി. കാർ നിർത്തിക്കൊണ്ട് അയാൾ അവരെ നോക്കി. ഇറങ്ങ്. അയാൾ ഇറങ്ങിയതും റീത്തയും ചുറ്റും വീക്ഷിച്ചുകൊണ്ടിറങ്ങി. ജോർജിന്റെ പിന്നാലെ നടക്കുമ്പോൾ അവരുടെ ഹൃദയം വല്ലാതെ മിടിച്ചു. കുറച്ചുള്ളിലേക്കെത്തിയതും ഇരുട്ട് പടർന്നു തുടങ്ങി. ജോപ്പ. അയാളുടെ അനക്കം കേൾക്കാത്തതും അവർ വിറയലോടെ വിളിച്ചു. പെട്ടെന്ന് ചുറ്റും വെളിച്ചം പരന്നു. അവർ കണ്ണുകൾ ഇറുകെ അടച്ചു തുറന്നു. മുന്നിൽ കണ്ട കാഴ്ച അവരുടെ ഹൃദയമൊന്ന് കുതിച്ചു. കണ്ണുകൾ വിടർന്നു. ജോപ്പ. സന്തോഷം നിറഞ്ഞു തുളുമ്പിയ സ്വരം. അയാളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അവർ അയാളെ ഒന്ന് നോക്കി. എൻ്റെ കൊച്ചിൻ്റെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കില്ലെന്ന് കരുതിയോ? അവർ വിടർന്നു ചിരിച്ചു. ആ ചിരിയിൽ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ കണ്ണുകൾ അടച്ച് ആ കണ്ണീർ തുള്ളിയെ ഇറ്റിച്ചു കളഞ്ഞു. പിന്നെ മുന്നിലേക്ക് നോക്കി, കത്തുന്ന മിഴികളോടെ. കൈയും കാലും കെട്ടി വായിൽ തുണി തിരികിയ നിലയിൽ കസേരയിൽ തളർന്നു കിടക്കുന്ന ഒരു രൂപം. കാർലോസ്. അവർ അയാളുടെ അരികിലേക്ക് ചുവടുകൾ വച്ചു. അയാളുടെ മുഖം എല്ലാം വല്ലാതെ ചീർത്തിരുന്നു. അവർ അയാളുടെ വായിൽ നിന്നും തുണി വലിച്ചെടുത്തു. വേദനയോടെ അയാൾ ഞെട്ടി കണ്ണുകൾ തുറന്നു. മുന്നിൽ ജ്വലിക്കുന്ന കണ്ണുകളുമായി റീത്തയെ കണ്ടതും അയാളുടെ കണ്ണിൽ ഭയം തെളിഞ്ഞു. അയാൾ അവരെ നോക്കി. പിന്നീട് അവസാന അടവ് പുറത്തെടുക്കാൻ തുനിഞ്ഞു. മോളെ, റീത്തേ, നീ വന്നോ? ഇയാൾ കൂടെ ആ ചെകുത്താനും എന്നെ കൊല്ലാക്കൊല ചെയ്യുവാ മോളെ. നീ പറ, നിന്റെ ഇച്ചായനെ ഒന്നും ചെയ്യല്ലെന്ന്. നീ എൻ്റെ കുഞ്ഞു പെങ്ങളല്ലേടി. ഇച്ചായനെ ഇവർ ഒരുപാട് ഉപദ്രവിച്ചു മോളെ. പിന്നെ അയാളുടെ മുഖത്ത് ഭയം നിറഞ്ഞു. എൻ്റെ കൺമുന്നിൽ ഇവർ സർവ്വതും ബോംബിട്ട് തകർത്തു കളഞ്ഞു. എൻ്റെ പിള്ളേർ, രുദ്രൻ, പിന്നെ ആ പെങ്കൊച്ചും, എല്ലാവരും എൻ്റെ മുന്നിൽ ചിതറിപ്പോയി. ഇത്രയും ദിവസം ജീവനിൽ ഭയന്ന് വിറച്ച് നിന്റെ ഇച്ചായൻ എന്നോട് ഇത്തിരി കരുണ കാണിക്കുമോളെ. റീത്തയുടെ കണ്ണുകൾ ജ്വലിച്ചു. അവർ കൈവീശി അയാളുടെ കവിളിൽ ആഞ്ഞടിച്ചു. ജോർജിൻ്റെ കണ്ണുകൾ തിളങ്ങി. ഹൃദയം സന്തോഷം കൊണ്ട് കുതിച്ചു. അയാൾ ഞെട്ടി അവളെ നോക്കി. അവൾ അഗ്നിയായി
തന്നെ വിഴുങ്ങിക്കളയും എന്നയാൾ ഭയന്നുപോയി. അയാൾക്ക് ശബ്ദിക്കാൻ ഭയം തോന്നി. ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല എന്നയാൾക്ക് ബോധ്യമായി. അയാൾ തല കുനിച്ചു പിടിച്ചു. എടോ, ഇപ്പോഴും എൻ്റെ മുന്നിലിരുന്നിങ്ങനെ യാചിക്കാൻ എങ്ങനെ കഴിയുന്നടോ തനിക്ക്? ആരുമില്ലാത്ത തന്നെ എൻ്റെ അപ്പച്ചൻ ഏറ്റെടുക്കുമ്പോൾ അവർക്ക് നിങ്ങൾ മകനായിരുന്നു. ഞാൻ ജനിച്ചപ്പോൾ അവർക്കൊരു മകനും ഒരു മകളും എന്നേ അവർ കരുതിയിട്ടുള്ളൂ. അങ്ങനെയല്ലേടോ അവർ വളർത്തിയത്. എനിക്കൊരു നല്ല ജീവിതം കിട്ടിയപ്പോൾ തനിക്ക് അസൂയ. എൻ്റെ മാത്യു ചോര നീരാക്കി കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയത് തനിക്ക് വേണം. അതിനുവേണ്ടി കൊന്നു കളഞ്ഞില്ലേടോ എൻ്റെ പാവം മാത്യുവിനെ. ഞങ്ങൾക്കൊരു കുഞ്ഞു പിറന്ന അവകാശം അതിനാകുമെന്ന് ഭയന്നല്ലേടോ ഓരോന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഞങ്ങളെക്കൊണ്ട് താൻ മരുന്നുകൾ കഴിപ്പിച്ചത്. അവിടെയും താൻ ജയിച്ചു. ഓരോരോ മരുന്നുകൾ കുത്തിവെച്ച് എനിക്കൊരമ്മയാകാനുള്ള ശേഷി താൻ നഷ്ടപ്പെടുത്തി. തിരിച്ചറിയാൻ വൈകിപ്പോയടോ. അല്ലെങ്കിൽ എന്നെ ഞാൻ തന്നെ കൊന്നു തള്ളിയേനെ. കൊടും പാപങ്ങൾ ചെയ്തു കൂട്ടിയ താൻ എൻ്റെ മുന്നിലിരുന്ന് വേദം ഓതുന്നോ? അവർ കലിയോടെ വീണ്ടും അയാളെ ആഞ്ഞടിച്ചു. ജോപ്പാ, എൻ്റെ മാത്യു അനുഭവിച്ച അതേ വേദന ഇവനും അറിയണം. ഇവൻ്റെ മരണം അതെനിക്ക് കാണണം. എങ്കിലേ എൻ്റെ നെഞ്ചിലെ അഗ്നി കെട്ടടങ്ങൂ. അവർ അയാൾക്ക് മുന്നിൽ ചേർ വലിച്ചിട്ടിരുന്നു. മോളെ റീത്തേ, വേണ്ടടി, ഞാനിനി ഒന്നിനും വരില്ല. എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. നിന്റെ കൺമുന്നിൽ പോലും ഞാനിനി വരില്ല. സത്യം, ജീവൻ എടുക്കല്ലേടി. അയാൾ കെഞ്ചി. അവർ അത് പുച്ഛത്തോടെ അവഗണിച്ചു. ജോർജ് മുകളിലെ കമ്പിയിൽ കയർ കുരുക്കി എറിഞ്ഞു. അതിൻ്റെ അറ്റത്ത് കുടുക്കുണ്ടാക്കി. കാർലോസിൻ്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. വേണ്ട, വേണ്ട, പ്ലീസ്, അയാൾ നിലവിളിച്ചു. ഈ ലോകത്തിനു മുന്നിൽ നീ എന്നേ മരിച്ചു കഴിഞ്ഞു. പക്ഷെ നിനക്കുള്ള ശിക്ഷ ഇവൾ വന്നിട്ടേ നടപ്പാക്കൂ എന്ന് ഞാൻ അന്നേ തീരുമാനിച്ചതാ. അവളുടെ മാത്യു, എൻ്റെ ചെക്കൻ, അവൻ നിന്നോട് യാചിച്ചു കേണില്ലേ? എന്നിട്ട് നീ കേട്ടോ? ചലനമില്ലാതെങ്കിലും തിരിച്ചു തന്നിരുന്നേ ഞാൻ നോക്കുമായിരുന്നു എൻ്റെ ചെക്കനെ. പക്ഷേ നീ, അതിന് മാപ്പില്ല കാർലോസേ. നീ പോ കാർലോസേ. അയാളുടെ കഴുത്തിലേക്ക് കുടുക്കിട്ടുകൊണ്ട് ജോർജ് ഒരു കൈയാൽ കയർ മേലേക്ക് വലിച്ചു. ഒപ്പം കസേരയിലെ കെട്ടഴിച്ചു വിട്ടു. അയാൾ പിടയുന്നത് കണ്ണിമ ചിമ്മാതെ അവർ നോക്കിയിരുന്നു. വല്ലാത്തൊരാത്മസംതൃപ്തിയോടെ. അയാളുടെ അവസാന പിടപ്പുവരെയും അവർ ഇരുന്ന് ആസ്വദിച്ചു.